I-shaped incision, most common, start from just under the chin in mid line and goes up to the pubic symphysis, sparing the umbilicus. I-shaped incision ആണ് നമ്മുടെ ചിന്നിൽ നിന്ന് തുടങ്ങി മിഡ് ലൈൻ വഴി പോയി പ്യൂബിക് സിംഫൈസിസിലെ വരെ. പക്ഷേ നമ്മൾ അംബിലിക്കസ് അവോയ്ഡ് ചെയ്യും. അംബിലിക്കസ് ഈസ് സ്പെയർഡ് ആസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്. ഈ അംബിലിക്കസിൻ്റെ പോർഷൻ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഫൈബ്രസ് ടിഷ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയാണ്. സോ ആഫ്റ്റർ ദ ഓട്ടോപ്സി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റിച്ച് ദാറ്റ് പാർട്ട്. ദാറ്റ്സ് വൈ ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ ഉള്ളതുകൊണ്ട് അവിടെ പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത് വൈ-ഷേപ്ഡ് ഇൻസിഷൻ. വൈ-ഷേപ്ഡ് ഇൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മാസ്റ്റോഡ് പ്രോസസ്സിൽ നിന്ന് കയറിയിട്ട് to form the 2 limbs of the Y. എന്നിട്ട് the 2 limbs move medially to meet at the level of Syphilis sternum. അവിടുന്ന് നമ്മുടെ മാസ്റ്റോഡ് പ്രോസസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് നേരെ ഗോസ് ഡൗൺവേഡ്. ഇതാണ് സാധനം, മോസ്റ്റ് ഡൗൺവേഡിലോട്ട് പോകുന്ന സാധനമാണ്. എക്സാക്ട്ലി I-shaped ഇൻസിഷൻ. യൂസ്ഡ് എന്ന് പറയുന്നത് ഈ നെക്ക് ട്രോമ, കഴുത്തിൽ എന്തെങ്കിലുമുള്ള ട്രോമകൾ, അതുപോലെ തന്നെ ലെയർ ഡിസെക്ഷൻ വേണ്ട സമയത്ത്, മസിൽസിന് ലെയർ ഡിസെക്ഷൻ വേണ്ട സമയത്ത്. തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എയർ എംബോളിസം. തീർച്ചയായിട്ടും ഈ നെക്ക് ഡിസെക്റ്റ് ചെയ്യുമ്പോൾ ഷുഡ് ബി പെർഫോംഡ് പർട്ടിക്കുലർലി കെയർഫുള്ളി. എസ്പെഷ്യലി ഈ കഴുത്ത് ഭാഗം ഡിസെക്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിച്ചോണം, ഈ നെക്ക് വെയിൻസ്, അവിടുത്തെ വെയിൻസിനെയൊക്കെ ലാർജ് നെക്ക് വെയിൻസ് ഉണ്ട്, അതിലേക്ക് കയറി പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അടുത്തത് മോഡിഫൈഡ് വൈ-ഷേപ്ഡ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ബോത്ത് ആൻറ്റീരിയർ ആക്സിലറി ഫോൾഡിൽ നിന്ന് തുടങ്ങിയിട്ട് ബിലോ ദ ബ്രസ്റ്റിൽ നിന്ന് വെച്ചിട്ട് മീറ്റ്സ് അറ്റ് സിഫോയിഡ് പ്രോസസ് ആൻഡ് ഡൗൺ ടു പ്യൂബിക് സിംഫൈസിസ്. എസ്പെഷ്യലി മോഡിഫൈഡ് വൈ-ഷേപ്ഡ് ഉപയോഗിക്കുന്നത് ഫീമെയിൽസിലാണ് ടു പ്രിസർവ് ദ അപ്പിയറൻസ്. ഇൻസിഷൻ ലൈൻ ഈസ് നോട്ട് വിസിബിൾ ഓൺ എക്സ്പോസ്ഡ് ഫേസ് ആൻഡ് നെക്ക്. അടുത്തത് T-shaped സബ് ക്ലാവിക്കുലാർ ഇൻസിഷൻ. ഇതെവിടാന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിങ് ഫ്രം സ്ട്രെയിറ്റ് ഇൻസിഷൻ ഫ്രം സുപ്രാസ്റ്റേണൽ തൊട്ട് പ്യൂബിക് സിംഫൈസിസ് വരെ. ഫ്രം ദ സുപ്രാസ്റ്റേണൽ ഒരു ഹൊറിസോണ്ടലി ആയിട്ട് ബോത്ത് സൈഡ് ഓഫ് അക്രോമിയൻ പ്രോസസ്സ് കൊടുക്കുക. ഗീവ്സ് എ വൈഡ് എക്സ്പോഷർ ഓഫ് ബേസ് ഓഫ് ദ നെക്ക്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ വെൻ എക്സ്പ്ലോറേഷൻ ഓഫ് ബേസ് ഓഫ് ദ നെക്ക് ഈസ് നെസസറി as in a dissection of vertebral arteries പോകുന്നു. ഇനി അടുത്തത് ഇൻവേർട്ടഡ് വൈ-ഷേപ്ഡ്. എസ്പെഷ്യലി ഇതാണ് ഇൻവേർട്ടഡ് വൈ-ഷേപ്ഡ് എന്ന് പറയുന്നത് അപ് ടു അംബിലിക്കസ് വരെ ആസ് I-shaped. എന്നിട്ട് ഫ്രം ഹിയർ 2 limbs ഗോ ഡൗൺ വേ ടു ദ ഇൻഗ്വേനൽ റീജിയനിലേക്ക് 2 പോവും. കാരണം പ്രത്യേകിച്ച് ഇത് ഇൻഫൻസിനും ന്യൂ ബോൺസിനുമാണ് നമ്മുടെ ഇൻവേർട്ടഡ് വൈ-ഷേപ്ഡ് ഇൻസിഷൻ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ അംബിലിക്കൽ ആർട്ടറി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇൻസിഷൻ ഇൻ ദ ബാക്ക്, എസ്പെഷ്യലി അതൊരു ഈ അലിജിഡ് ട്രോമ, ടോർച്ചർ കേസിൽ, എസ്പെഷ്യലി നമ്മുടെ ഈ ഡീപ്പ് സീറ്റഡ് ബ്രൂസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബാക്ക് പോർഷനിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഇൻസിഷൻ ബാക്ക് ഇതാണ്. തീർച്ചയായിട്ടും ജനറൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇൻസിഷൻ മസ്റ്റ് ബി അഡാപ്റ്റഡ് ടു ദ സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കേസ്. എക്സാമ്പിൾ ഒരു ഫയർ ആം കേസിലോ സ്റ്റാബ് വൂണ്ട് ഓഫ് ദ അബ്ഡോമനോ ഇൻസിഷൻ മേ ഹാവ് ടു മോഡിഫൈഡ്. എസ്പെഷ്യലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സ്പെഷ്യൽ കണ്ടീഷൻ, ഈ ഫയർ ആം ഇഞ്ചറി, തോക്ക് കൊണ്ടുള്ള ഇഞ്ചറി, അതുപോലെ തന്നെ കത്തിക്കുത്ത്, സ്റ്റാബ് വൂണ്ട് അബ്ഡോമൻ വയറിലൊക്കെ, അവിടെ ഇൻസിഷൻ ഇടുമ്പോൾ ഹാവ് ടു മോഡിഫൈ ചെയ്തിടണം. കാരണം എസ്പെഷ്യലി ഇഫ് സച്ച് വൂണ്ട്സ് ലൈ ഇൻ ദ യൂഷ്വൽ ലൈൻ ഓഫ് ഇൻസിഷൻ. Sometimes special incision may have to made around them in order to explore them better, especially if they are limbs. അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് ഓർഗൻസ്. എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം ഓർഗൻസ്. അതിനെ ഫസ്റ്റ് മെത്തേഡ് വിർച്ചോഫ് മെത്തേഡ്, നമ്മുടെ റുഡോൾഫ് വിർച്ചോഫ്, ജർമ്മൻ പത്തോളജിസ്റ്റേ. ഇതെന്ന് പറഞ്ഞാൽ ഓർഗൻസ് റിമൂവ്ഡ് ബൈ വൺ ഒന്നൊന്നായിട്ട്. അതാണ് V-shaped വിർച്ചോസ് മെത്തേഡ്. എന്നിട്ട് ഓരോ ഓർഗൻസ് റിമൂവ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ ഇൻഡിവിജ്വലായിട്ട് സ്റ്റഡി ചെയ്യും. വളരെ പെട്ടെന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി അങ്ങ് നഷ്ടപ്പെടും കേട്ടോ, കണ്ടിന്യൂറ്റി. അതുപോലെ തന്നെ
തീർച്ചയായിട്ടും നമ്മുടെ ആ ഇൻ്റർ റിലേഷൻഷിപ്പ്, ഓർഗൻസിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. അടുത്തതെന്ന് പറഞ്ഞാൽ റൊക്കിറ്റാൻസ്കി, അഡ്വക്കേറ്റഡ് ബൈ കാറൽ റൊക്കിൻസ്കാവ്, ജർമ്മൻ പത്തോളജിസ്റ്റാണ്. ഇൻസിറ്റു ഡിസെക്ഷനാണ്. എസ്പെഷ്യലി ഇത് നല്ലതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കുള്ളതാണ്. അതുപോലെ ഇൻഫെക്ഷൻ ഉള്ള ബോഡീസ് ഇൻസിറ്റു ആയിട്ട് നമുക്കങ്ങ് ചെയ്ത് തീർക്കാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി, വളരെ ബുദ്ധിമുട്ടാണ് ഇൻസിറ്റു റൊക്കിറ്റാൻസി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഡൽസിൽ നോക്കിക്കഴിഞ്ഞാൽ. അടുത്തത് ലെറ്റ്യൂൾ മെത്തേഡ്. ലെറ്റ്യൂൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ മാസ് മെത്തേഡ് എന്ന് ഓർത്തോണം. കാരണം ഇവിടെ ഓൾ ഓർഗൻസ്, നമ്മുടെ നാക്ക് മുതൽ പ്രോസ്റ്റേറ്റ് വരെ എത്ര കുറേ പാർട്ടുണ്ടല്ലോ. നമ്മുടെ നാക്കിരിക്കുന്ന വായിരിക്കുന്ന ഓറൽ പാർട്ട്, കഴുത്തിരിക്കുന്ന സെർവൈക്കൽ പാർട്ട്, തൊറാക്സ്, ലങ്സ് ഇരിക്കുന്ന അബ്ഡോമിനൽ, പെൽവിക്. ഇത് എൻമാസ് ആയിട്ട് നമ്മൾ ലെറ്റ്യൂൾ, ലാർജ് മാസ് എന്നൊക്കെ പറയുന്ന പോലെ എൻമാസ് ആയിട്ടാണ്, ഒരു സിംഗിൾ ബ്ലോക്കായിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എക്സലൻറ്റ് പ്രിസർവേഷൻ ഓഫ് ഓർഗൻ ഇൻ്റർ റിലേഷൻഷിപ്പ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗൻസുമായിട്ടുള്ള ബന്ധം, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള റീജിയണൽ ലിംബിനോഡോ ലിംബാറ്റിക് ഡ്രെയിനേജോ അവിടുത്തെ ബ്ലഡ് വെസൽസ് ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ ബോഡി ക്യാൻ ബി ഹാൻഡ് ഓവർ ടു റിലേറ്റീവ്സ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാം. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഓർഗൻസ് വളരെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ ലെറ്റ്യൂൾ മെത്തേഡ് വഴി. അടുത്തത് ഗോൺസ് മെത്തേഡ്. ഓസ്ട്രേലിയൻ പത്തോളജിസ്റ്റായ ആൻറ്റോൺ ഗോണാണ്. ഇതെന്ന് പറയുന്നത് കോംപ്രമൈസ് ബിറ്റ്വീൻ വിർച്ചോസ് ആൻഡ് ലെറ്റ്യൂള് എന്ന് പറഞ്ഞാൽ സെർവൈക്കൽ പാർട്ട്, തൊറാസിക് പാർട്ട്, അബ്ഡോമിനൽ പാർട്ട്, പെൽവിക് പാർട്ട് റിമൂവ് ചെയ്യുന്നത് ആസ് 3 സെപ്പറേറ്റ് ബ്ലോക്ക്. ഓരോ ബ്ലോക്ക് അതിനെ ഞാൻ പറഞ്ഞ എൻ ബ്ലോക്ക്. അതാണ് ഗോൺസ് മെത്തേഡ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സലൻറ്റ് പ്രിസർവേഷൻ ആസ് ഇൻ ലെറ്റ്യൂൾ മെത്തേഡ്. പിന്നെ നമുക്ക് ഹാൻഡ്ലിങ് ഓഫ് ഓർഗൻസ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ലെറ്റ്യൂൾ മെത്തേഡിനെക്കാട്ടി നല്ലതാണ് ഗോൺ മെത്തേഡ് ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇഫ് ഒരു അസുഖം മറ്റ് എക്സ്റ്റെൻഡ് അക്രോസ് 3 ബ്ലോക്ക്, ഇൻ്റർ റിലേഷൻഷിപ്പ് മേ ബി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി. അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, താങ്ക് യു.